ദിവസം നമ്മൾ +2 മാത്സ് ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്റർ ഡിസ്കഷൻ തുടങ്ങിയിരുന്നു. അപ്പം അതിൽ ആ ഒരു പാഠത്തിന് ഞാൻ 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവർ, കണ്ടിന്യൂറ്റി എന്താണ് എന്ന് പറഞ്ഞത് കാണാത്തവർ, ആ ഒരു ക്ലാസ് കാണാത്തവർ ഉറപ്പായിട്ടും അതെടുത്ത് കാണുക കേട്ടോ. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് എടുത്ത് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സെക്ഷൻ ഡിഫറൻഷ്യബിലിറ്റി, മൂന്നാമത്തെ സെക്ഷൻ ഡിഫറൻസിയേഷൻ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, നാലാമത്തെ സെക്ഷൻ മീൻ വാല്യൂ തിയറം. അപ്പം ഈ ഒരു 4 സെക്ഷനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഫോക്കസ് ഏരിയ, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഏതും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നോക്കിയപ്പം ഈ ഒരു ലാസ്റ്റ് 3 സെക്ഷൻസ് കണ്ടിന്യൂറ്റി ഒക്കെ 3 സെക്ഷൻസ് പഠിക്കാൻ എളുപ്പമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. പ്രോബ്ലം ചെയ്യുന്നതിലൂടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. മീൻസ് നമ്മൾ ഡയറക്റ്റ് തിയറം കാര്യങ്ങൾ പഠിക്കാണ്ട് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കുക, പ്രോബ്ലം ഒരെണ്ണം എടുക്കുക, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു മെത്തേഡ്, ആ ഒരു രീതി മനസ്സിലാക്കി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ സെക്ഷൻസ് ഡിഫറൻഷ്യബിലിറ്റി, ഡിഫറൻസിയേഷൻ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, മീൻ വാല്യൂ തിയറം പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ കൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഇവിടെ രണ്ടാമത്തെ സെക്ഷൻ ഡിഫറൻഷ്യബിലിറ്റി മീൻസ് നിങ്ങളുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ ടെക്സ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ 8 സെക്ഷൻസ് ആണ് നിങ്ങളുടെ ആ ഒരു ചാപ്റ്ററിലുള്ളത്. ഫോക്കസ് ഏരിയ ഉണ്ട്, നോൺ ഫോക്കസ് ഏരിയ ഉണ്ട്, ഫോക്കസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ആകെ 8 സെക്ഷൻസേ നിങ്ങൾക്ക് ഈ ഒരു കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള പാഠത്തിലുള്ളൂ. അതിൽ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് മീൻസ് ആദ്യത്തെ 2 സെക്ഷൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി 6 സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സെക്ഷനാണ് മീൻസ് ഡിഫറൻഷ്യബിലിറ്റി തുടങ്ങുന്ന സെക്ഷൻ, ഡിഫറൻഷ്യബിലിറ്റി 5.3 സെക്ഷനിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണിത്. Prove that if a function is differentiable at a point C, then it is also continuous at that point. Means ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ തന്നെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ 2 കാര്യങ്ങൾ അറിയണം. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആകാനുള്ള കണ്ടീഷൻ എന്താണ്, ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്. കണ്ടിന്യൂസിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അറ്റ് എ പോയിന്റ് സിയിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ആണ്. മീൻസ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് സി ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി എന്ന് പറയുകയാണെങ്കിൽ കണ്ടീഷൻ ഇതാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ആയിരിക്കണം. ഇത് എന്തിൻ്റെ കണ്ടീഷനാണ്? ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷൻ. ഇനി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്താ? കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് മീൻസ് അറ്റ് ദ പോയിന്റ് സി തന്നെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആവണം. അപ്പം ഡിഫറൻഷ്യബിലിറ്റിൻ്റെ കണ്ടീഷൻ ക്ലിയർ ആണ്, കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഈ ഒരു തിയറം പ്രൂവ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു തിയറം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. മീൻസ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ആണെന്ന് കൺസിഡർ ചെയ്യണം. കാരണം ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിലാണ് കണ്ടിന്യൂസ് എന്ന് കാണിക്കേണ്ടത്. അപ്പം ഇത് അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എത്തിക്കണം അല്ലേ. ഇതാണ് നമ്മുടെ തിയറത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ്, assume that f of x is differentiable at c. That means limit extends to c f of x minus f of c divided by x minus c is equal to f dash of c എന്ന് എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇനി ആണ് തിയറത്തിൻ്റെ സ്ട്രക്ചർ തുടങ്ങുന്നത്. മീൻസ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു സി, ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു സി, അതെന്തുകൊണ്ടാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി
ഇൻറ്റു എക്സ് മൈനസ് സി. മീൻസ് നമ്മൾ എക്സ് മൈനസ് സി ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടും ക്യാൻസൽ ആകും. സോ അത് അങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല. ഇനി എക്സ് ഈക്വൽ ടു സി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രാക്ഷൻ ഡിഫൈൻഡ് അല്ലാതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു സി എടുത്തത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി അപ്ലൈ ചെയ്യും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എന്തെഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഇൻറ്റു ലിമിറ്റ് കൊടുക്കാം. കാരണം ലിമിറ്റ് എഫ് ജി എന്ന് പറയുന്നത് ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ജി ആണ്. നമ്മൾ ഓൾറെഡി ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതിനെ എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് മൈനസ് സി എന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് മൈനസ് സി. ഇനി ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് സി, നമ്മുടെ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി തന്നെ, ഡിഫറൻസ് റൂൾ അല്ലേ, ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇത് നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി എന്താണ്, എഫ് ഡാഷ് ഓഫ് സി ആണ്. സോ ഇതെങ്ങനെ എഴുതാം, എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് മൈനസ് സി. എക്സിന് സി കൊടുക്കുമ്പോൾ എന്തായി, സി മൈനസ് സി 0 ആയി. സോ ഇതെന്തായി, 0 ഇൻറ്റു 0 വരും. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ്, ഇവിടെ നോക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് സി ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, എക്സ് സിയിലേക്ക്, ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് എന്തായിട്ട് തന്നെ എഴുതാം, എഫ് ഓഫ് സി എന്ന് എഴുതാം, ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ഇൻറ്റു 0 എന്താണ്, 0 ആണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇത് എന്ത് കിട്ടും നമുക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി, ഹെൻസ് proved. അപ്പോൾ നോക്കി, നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി കണ്ടീഷനിൽ നിന്ന് തുടങ്ങി എവിടെ എത്തി, കണ്ടിന്യൂറ്റി കണ്ടീഷനിൽ എത്തി. ദാറ്റ് മീൻസ് if a function is differentiable at a point C, then it is also continuous at that point. അപ്പം ഒരു ആർബിട്രറി പോയിന്റ് സി കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കിനി ഇത് ജനറലി ഇതിൻ്റെ ഒരു കൊറോളറി ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. മീൻസ് എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നേരെ തിരിച്ച് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. അപ്പം ഈ ഒരു സെക്ഷനിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻഷ്യബിലിറ്റിൻ്റെ കണ്ടീഷൻ ക്ലിയർ ആണ്, കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ ക്ലിയർ ആണ്. ഈ തിയറം നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. 5.3.1 ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. മീൻസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യും. അപ്പം ചെയിൻ റൂൾ ഡെഫിനേഷൻ വെച്ചൊന്നും നിങ്ങൾ ക്ലിയർ ആയി, മീൻസ് ഡെഫിനേഷൻ കാണാപ്പാടോ ഒന്നും പഠിക്കേണ്ട. ആ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് ദ ഗിവൺ ഫംഗ്ഷൻസ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ സൊല്യൂഷൻ തുടങ്ങുകയാണ്. ഒന്നാമത്തേത് ഞാൻ y ആയിട്ട് എടുക്കുകയാണ്. y എന്ന് പറയുന്ന ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്, സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്. അപ്പോൾ ഇവിടെ 3 ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. സീക്ക് എക്സ്, ടാൻ എക്സ്, പിന്നെ റൂട്ട് എക്സ്. ഇങ്ങനെ 3 ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓരോ ഫംഗ്ഷനിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കി, dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി പോയിക്കോളൂ കേട്ടോ. ആദ്യം നമ്മൾ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. മീൻസ് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്, സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ് into d by dx of tan root x into d by dx of root x. ഇത്രയും നമ്മൾ ചെയ്യണം. ഇനി ഇവിടെ നോക്കിയേ, ദിസ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് നിങ്ങൾ പഠിക്കണം, എന്തായാലും ഡിഫറൻസിയേഷൻ ഫോർമുലാസ് നിങ്ങൾ എന്തായാലും പഠിക്കണം. എങ്കിലും എക്സാമിൻ്റെ ടൈമിലൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ക്ലാക്സ് ടേബിൾ. ക്ലാക്സ് ടേബിളിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ക്ലാക്സ് ടേബിൾ 35th പേജിൽ മീൻസ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സിൻ്റെതാണ്. ഇവിടെ നിങ്ങളുടെ ബുക്ക് ക്ലാക്സ് ടേബിളിൻ്റെ അകത്ത് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. സീക്ക് എക്സിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം ഇവിടെ ആരാ കിടക്കുന്നത്, ടാൻ റൂട്ട് എക്സ് ആണ്. സോ അതെങ്ങനെ വരും, സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്, സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു
tan of tan root x into tan of tan root x ഇൻറ്റു ഇനി എന്താ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ് വേണം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ നോക്കിയേ, സീക്ക് സ്ക്വയർ എക്സ് ആണ്. സോ ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ, സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്, സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു ഒരാളും കൂടി ഉണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. സോ ഇൻറ്റു 1/2 റൂട്ട് എക്സ്. ഇനി ഇതൊന്ന് എന്താ പറയുക, നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. എങ്ങനെ വരും, സീക്ക് ടാൻ റൂട്ട് എക്സ്, സീക്ക് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. ഇത്രയും ആൻസർ എഴുതി വെച്ചാൽ മതി നിങ്ങൾ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. ഓപ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷനിൽ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5. മീൻസ് നമുക്കിവിടെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. മീൻസ് നമ്മളിവിടെ ലെബനീസ് പ്രോഡക്റ്റ് റൂൾ പഠിച്ചിട്ടുണ്ട്. യു വി ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ക്യൂബ് ആയിട്ട് എടുക്കുക, സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 എന്നുള്ളത് രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, മീൻസ് ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 എന്ന് എടുത്തു. ഇനി നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ക്യൂബ്, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ക്യൂബ് പ്ലസ് ഒരു ഇൻറ്റു ഉണ്ട്, പ്രോഡക്റ്റ് റൂൾ ആണല്ലോ അല്ലേ. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 പ്ലസ് അടുത്തത് എന്താ, കോസ് എക്സ് ക്യൂബിനെ വെറുതെ നിർത്തി ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ചെയ്തു. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ക്യൂബ് കണ്ടുപിടിക്കണം അല്ലേ. മീൻസ് ഈ കോസ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ ആയിട്ടാണ്, കോസ് എക്സിൻ്റെയും എക്സ് ക്യൂബിൻ്റെയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോസ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്നതാ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ക്യൂബ്, മൈനസ് സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്നതാ 3x സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 പ്ലസ് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5. മീൻസ് ഇവിടെ 3 ഫംഗ്ഷൻസ് ആയിട്ടാണ്. മീൻസ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5, സൈൻ എക്സ് റേസ് ടു 5 പിന്നെ എക്സ് റേസ് ടു 5. അങ്ങനെ 3 ഫംഗ്ഷൻസ് ആണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ഇൻറ്റു 2 സൈൻ എക്സ് റേസ് ടു 5. കാരണം സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എഴുതുക, 2 സൈൻ എക്സ് ഇൻറ്റു പിന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരും, 2 സൈൻ എക്സ് റേസ് ടു 5, കാരണം ഇവിടെ എക്സിന് പകരം എക്സ് റേസ് ടു 5 ആണ്. അപ്പോൾ 2 സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്നതാ കോസ് എക്സ് റേസ് ടു 5. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു ഒരാളും കൂടിയുണ്ട് എക്സ് റേസ് ടു 5, എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്നതാ 5x റേസ് ടു 4. ഇനി ഇതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇതെങ്ങനെ വരും നമുക്ക് നോക്കി, ഒരു മൈനസ് ഉണ്ട് ഇവിടെ, 3x സ്ക്വയർ വരുന്നുണ്ട്, മൈനസ് 3x സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 മീൻസ് മൈനസ് 3x സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 പ്ലസ് ഇവിടെ നോക്കിയേ 5x റേസ് ടു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ 5x റേസ് ടു 4 ഇൻറ്റു 2 എന്താണ്, 10x റേസ് ടു 4, 10x റേസ് ടു 4 ഇൻറ്റു കോസ് എക്സ് ക്യൂബ് കോസ് എക്സ് റേസ് ടു 5 കോസ് എക്സ് റേസ് ടു 5 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5. ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് 10x റേസ് ടു 4 കോസ് എക്സ് ക്യൂബ് കോസ് എക്സ് റേസ് ടു 5 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5 മൈനസ് 3x സ്ക്വയർ സൈൻ എക്സ് ക്യൂബ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇതാണ് നിങ്ങൾക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. അപ്പം ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എത്ര ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. മീൻസ് ആദ്യം നമ്മൾ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. മീൻസ് 2 സൈൻ എക്സ് റേസ് ടു 5 കിട്ടി. ഇനി സൈൻ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് അതെന്താണ്,
cos x raised to 5 into x raised to 5ന്റെ ഡെറിവേറ്റീവ് 5x raised to 4. ഇത്രയാ നമ്മൾ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഏത് രീതിയിലുള്ള കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഫോർമുലാസ് അറിയണം. ഡെറിവേറ്റീവ് ഫോർമുലാസ് പകുതിയിലധികം ഈ ഒരു ക്ലാസ് ടേബിളിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ടേബിളിൽ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പാഠത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ 2 എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ സോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഇനിയും സോൾവ് ചെയ്യണം ഇതുപോലത്തെ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ, അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഞാൻ പറയട്ടെ, ഇതെല്ലാം അൺസോൾവ് ആയിട്ട് ടെക്സ്റ്റിൽ അൺസോൾവ് ആയിട്ടുള്ളതും അതുപോലെ എക്സാമിന് വരും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ടും വിട്ട് കളയാണ്ട് അതെങ്ങനെയാണ് എന്ന് ചെയ്തു പോകുന്നത് എന്നുള്ളൊരു കാര്യം ക്ലിയർ ആക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നത്. ഇനി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്താണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന രീതിയിലാണ് മീൻസ് ഇക്വേഷൻസ് എഴുതുക. അതിന് പകരം y ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം ഇപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ഇക്വേഷനാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് പറയാണ് dy/dx കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുക. മീൻസ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ലീനിയർ ആയിട്ട് നമ്മൾ നമുക്ക് ഫംഗ്ഷൻസിനെ എഴുതാൻ പറ്റണം. അതിനാണ് എന്ത് പറയുക? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. ഇനി നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ലീനിയർ എന്നുള്ള രീതിയിലല്ല കേട്ടോ, ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതുന്ന രീതിയിലുള്ള ഫംഗ്ഷൻസിനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു കാപ്പ. കാപ്പ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കണം, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മീൻസ് y എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx നമ്മൾ എവിടെ എഴുതിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. മീൻസ് സൈൻ നമുക്ക് തന്നിരിക്കുന്നത് സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് എക്സ് വൈ ഈക്വൽ ടു കാപ്പ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് സൈൻ സ്ക്വയർ വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. മീൻസ് ആദ്യം നമുക്ക് സൈൻ സ്ക്വയർ വൈൻ്റെ മീൻസ് എങ്ങനെ വരും? 2 സൈൻ വൈ ഇൻറ്റു പിന്നെ സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ്. സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് വൈ. ഇനി വൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, വേറൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പ്ലസ് അടുത്തത് എന്താ? കോസ് എക്സ് വൈ. കോസ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം കോസ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു ഇനി എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. മീൻസ് അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം എക്സിനെ വെറുതെ നിർത്തി എക്സ് ഇൻറ്റു dy/dx വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. പ്ലസ് അടുത്തതാരാ? വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നതാ? 1 തന്നെയാണ്. സോ എക്സ് ഇൻറ്റു dy/dx പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് വരും. കാരണം കാപ്പ കോൺസ്റ്റന്റ് ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായി? 0 ആയി. ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കി, ഇതൊന്ന് അറേഞ്ച് ചെയ്തിരുന്നു. 2 സൈൻ വൈ കോസ് വൈ dy/dx പ്ലസ് അടുത്തത് മൈനസ് സൈൻ എക്സ് വൈ മീൻസ് മൈനസ് സൈൻ എക്സ് വൈ. ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 ടേംസ് ആയിട്ടാണ്. സോ അതൊന്ന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുക. അപ്പോൾ എങ്ങനെ വരും? മൈനസ് എക്സ് പ്ലസ് മാറ്റി ഞാൻ മൈനസ് ആക്കി. മൈനസ് എക്സ് സൈൻ എക്സ് വൈ dy/dx പിന്നെ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു വൈ അതെന്ത് വരും? മൈനസ് വൈ സൈൻ എക്സ് വൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ dy/dxൻ്റെ ടേംസ് ഉള്ളതെല്ലാം ഒരു സൈഡിലെത്തുന്നു, ബാക്കി അതിനെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്ത് വരും? dy/dx ഇൻറ്റു ഇവിടെ dy/dx ഇൻറ്റു ഏതൊക്കെ ടേംസാണ് വരുന്നത്? 2 സൈൻ വൈ കോസ് വൈ മൈനസ് എക്സ് സൈൻ എക്സ് വൈ
ഈസ് ഈക്വൽ ടു മൈനസ് വൈ സൈൻ എക്സ് വൈയിൽ ഡി വൈ ബൈ ഡി എക്സ് ഇല്ല. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ഇതിവിടെ എന്ത് കിട്ടും, മൈനസ് വൈ സൈൻ എക്സ് വൈ എന്ന് പറയുന്നത് വൈ സൈൻ എക്സ് വൈ ആയി. ഇനി എന്ത് ചെയ്യുന്നു, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും. മീൻസ് ഇവിടെ നമുക്ക് ഇത് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 2 സൈൻ വൈ കോസ് വൈ മൈനസ് എക്സ് സൈൻ എക്സ് വൈ ഈസ് ഈക്വൽ ടു വൈ സൈൻ എക്സ് വൈ എന്ന് കിട്ടി. മീൻസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു y sin xy divided by 2 sin y cos y minus x sin xy. ഇതാണ് ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ്. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈ ഒരു നമ്മുടെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനിലും ഏതാ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഡിഫറൻസിയേഷൻ പോകുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. മീൻസ് ഇവിടെ ഒരു ഫംഗ്ഷൻ പോലും വിട്ട് കളയരുത്. കോസ് എക്സ് വൈ അപ്പം എന്ത് ചെയ്യണം, മൈനസ് സൈൻ എക്സ് വൈ ചെയ്തിട്ട് കോസ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇനി എക്സ് വൈൻ്റെയും കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളിത് എന്തായാലും ചെയ്ത് പഠിക്കുക കേട്ടോ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷനിൽ വേറൊരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾജിബ്രായിക് ടൈപ്പ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കി എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ വൈ. അപ്പോൾ വൈ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ആദ്യം എന്ത് ചെയ്യണം, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 3x സ്ക്വയർ. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് അടുത്തത് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. കാരണം വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ 3x സ്ക്വയർ പ്ലസ് അടുത്തത് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ആദ്യം എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എന്ത് വരും, 2x സ്ക്വയർ ഇൻറ്റു വൈ പ്ലസ് അടുത്തത് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സ് സ്ക്വയറിനെ വെറുതെ നിർത്തുന്നു. സോ ഇവിടെ 2x സ്ക്വയർ അല്ല, സോറി 2x ഇൻറ്റു വൈ പ്ലസ് അടുത്തത് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എക്സ് സ്ക്വയറിനെ വെറുതെ നിർത്തുന്നു. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് അടുത്തത് നോക്കിയേ എക്സ് വൈ സ്ക്വയർ മീൻസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ എന്ത് വരും, 1 ഇൻറ്റു വൈ സ്ക്വയറിനെ വെറുതെ നിർത്തി പ്ലസ് അടുത്തത് എന്താ, വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എക്സിനെ വെറുതെ നിർത്തണം. സോ എക്സ് ഇൻറ്റു വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. 2y വൈ സ്ക്വയറിൻ്റേത് 2y പിന്നെ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇനി വൈ ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെ വരും, 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ആദ്യം വൈ ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈക്വൽ ടു 81ൻ്റെ ഡെറിവേറ്റീവ് എന്നതാ 0, കാരണം 81 എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ചാക്കുന്നു, ബാക്കിയുള്ളതിനെ മറു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എങ്ങനെ വരും, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇവിടെയുണ്ട്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇവിടെ നോക്കി ഒരു 2xy ഡി വൈ ബൈ ഡി എക്സ് ഇവിടെയുണ്ട്, 2xy ഡി വൈ ബൈ ഡി എക്സ് ഇവിടെയുണ്ട്. ഇനി ഇവിടെ ഒരു 3y സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. സോ പ്ലസ് 3y സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇനി ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. സോ ഇവിടെ ഒരു മൈനസ് 3x സ്ക്വയർ ഉണ്ട്. സോ മൈനസ് 3x സ്ക്വയർ. ഇനി ഇവിടെ ഒരു 2xy ഉണ്ട്. സോ മൈനസ് 2xy ആയി. ഇനി ഇവിടെ ഒരു y സ്ക്വയർ ഉണ്ട്. സോ മൈനസ് y സ്ക്വയർ ആയി. കഴിഞ്ഞു. ഇനി വേറെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ട സാധനങ്ങളൊന്നുമില്ല. സോ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ഇനി ഡി വൈ ബൈ ഡി എക്സിനെ കോമൺ ആയിട്ട് എഴുതുന്നു. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 3y സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എല്ലാം മൈനസ് കോമൺ ആണ്. സോ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു, 3x സ്ക്വയർ പ്ലസ് 2xy പ്ലസ് y സ്ക്വയർ. ഇനി എന്ത് ചെയ്യുന്നു, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 3x സ്ക്വയർ പ്ലസ് 2xy പ്ലസ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 3y സ്ക്വയർ. സോ ഇതാണ് ഈ ഒരു ആൻസറിൻ്റെ ഡി വൈ ബൈ ഡി എക്സ്. അപ്പം ഇത് നിങ്ങൾക്ക് സിമ്പിളാണ് എന്ന് തോന്നുന്നു. നമുക്ക് ഡിഫറൻസിയേഷൻ ഫോർമുലാസ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തേത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ
ചില ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, പോർഷൻസ് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഓരോ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ പ്രോബ്ലംസും അതിൻ്റെ ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത്, ഇത് നമ്മൾ ബി ആയിരുന്നു ചെയ്ത്, ഇനി സി ചെയ്യണം. സി നമുക്ക് തന്നിരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി. y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2x divided by 1 plus x square. Cos inverse of 2x divided by 1 plus x square. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നമ്മളിവിടെ ഒരു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട്. 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇത് ഏത് റിസൾട്ടാണ്? 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇത് സൈൻ 2 തീറ്റേൻ്റെ റിസൾട്ടാണ്. സൈൻ 2 തീറ്റയുടെ. അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ ഈ 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതിയാൽ ഇതിന് സൈൻ 2 തീറ്റ എന്നാക്കാം. സൈൻ ഫംഗ്ഷനെ കോസ് ഫംഗ്ഷനിലേക്ക് ആക്കാൻ π/2 ആംഗിൾ കുറച്ചാൽ മതി. അതുവഴി നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ എത്തിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. Put x is equal to tan theta. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ വരും? y is equal to cos inverse of 2 tan theta divided by 1 plus tan square theta. 2 tan theta divided by 1 plus tan square theta. This is equal to cos inverse of 2 tan theta divided by 1 plus tan square theta എന്നതാ sin 2 theta. Divided by into cos inverse of sin 2 theta. This is equal to cos inverse of sin theta is equal to cos of π/2 minus theta ആണ്. So sin 2 theta നെ നമുക്ക് എങ്ങനെ എഴുതാം? cos of π/2 minus 2 theta. cos of π/2 minus cos 2 theta. ഇനി cos inverse of cos x എന്താണ്? x ആണ്. സോ നമുക്കിത് എങ്ങനെ എഴുതാം? π/2 minus 2 theta. So y-നെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തു. y is equal to π/2 minus 2 theta. That is theta. x is equal to tan theta ആണെങ്കിൽ theta is equal to tan inverse x ആണ്. theta is equal to tan inverse x. അപ്പോൾ ഇതെങ്ങനെ വരും? π/2 minus 2 tan inverse x. കാരണം തീറ്റയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനിയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് dy/dx ഈസ് ഈക്വൽ ടു π/2ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങളുടെ ക്ലാസ് ടേബിളിലുണ്ട്, അതെടുത്ത് നോക്കുക കേട്ടോ. മറന്നു പോയവർ, പക്ഷേ നിങ്ങൾ ഇതിൽ ഫോർമുലാസ് ഒക്കെ കാണാതെ പഠിക്കണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x² പ്ലസ് a സ്ക്വയർ ആണ്. 1/1 പ്ലസ് x സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ വരും? 2 ഇൻറ്റു 1/1 പ്ലസ് x സ്ക്വയർ. ദാറ്റ് ഈസ് dy/dx ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് x സ്ക്വയർ. സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. അപ്പം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു റിസൾട്ട് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളത് കണ്ടാൽ നിങ്ങൾ അവിടെ ഓർത്തോളുക. 2 tan theta divided by 1 plus tan square theta. എക്സിന് tan theta സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പം സിമ്പിളായിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി. y is equal to sin inverse of 2x divided by root of 1 minus x square. ഈ root 1 minus x square നമുക്ക് root 1 minus cos square sin square x എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഡീൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഇതാണ്. x is equal to sin theta എന്ന് കൊടുത്തു. x is equal to sin theta. അപ്പോൾ നമുക്ക് ഈ ഒരു y is equal to എങ്ങനെ എഴുതാൻ പറ്റും? y is equal to sin inverse of 2 sin theta into root of 1 minus sin square theta. root of 1 minus sin square theta. That is equal to നമുക്ക് എന്ത് വരും? This is equal to sin inverse of 2 sin theta root of cos square theta. കാരണം cos square theta plus sin square theta is equal to 1 ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ
1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് കോസ് സ്ക്വയർ തീറ്റ ആവും. അപ്പോൾ ഇവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്നതാണ് കോസ് തീറ്റയാണ്. സോ ഇതെങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നതാ? സൈൻ 2 തീറ്റ. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ. ദിസ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ y ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 2 തീറ്റ എന്ന് കിട്ടും. ഇനി തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്കിത് എന്ത് വരും? y ഈസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ്. 2 സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്കിനി dy ബൈ ഡി എക്സ് അപ്ലൈ ചെയ്യാം. dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നത് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ dy ബൈ ഡി എക്സ് നമുക്ക് എന്ത് കിട്ടും? 2 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. സോ സിമ്പിളായിട്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് എപ്പോഴും ഓർക്കുക, നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ. സോ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെയിൻ റിസൾട്ട്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഒരു ഓർമ്മയില്ലാത്തവർക്ക് ക്ലാക്സ് ടേബിൾ യൂസ് ചെയ്യാം. ക്ലാക്സ് ടേബിളിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ അത് ഉറപ്പായിട്ടും എടുത്ത് കാണുക കേട്ടോ. ക്ലാക്സ് ടേബിൾ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ സെക്ഷൻസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വരെയുള്ളതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു ക്ലാസ്സിലുമായിട്ട് ഡിസ്കസ് ചെയ്ത ഇത്രയും പോർഷൻസ് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി 5.2, 5.3 സെക്ഷൻസ് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഫോക്കസ് ഏരിയയിൽ ഉള്ളതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ പ്രോബ്ലംസും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടൈപ്പിൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ക്ലാക്സ് ടേബിൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ ഇനി മുന്നോട്ടുള്ള സെക്ഷൻസ് 5.4, 5.5, 5.6, 5.7, 5.8 ഇത്രയും സെക്ഷൻസിലെ ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ ഒരു ക്ലാസ് കാണുന്നവർ തൊട്ട് മുന്നേ ഞാനിട്ട് കണ്ടിന്യൂറ്റിയുടെ പാഠം കാണുക. അത് നിർബന്ധമായിട്ടും കാണുക കേട്ടോ. അത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അടുത്ത സെക്ഷൻ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് രീതി മനസ്സിലാക്കി നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക. ഉറപ്പായിട്ടും ഉടനെ തന്നെ അടുത്ത ക്ലാസ് ഞാൻ ഇടുന്നതായിരിക്കും.